ഈ ഇപ്പോൾ കണ്ണൂർ ജില്ല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സംഘടനാ സംവിധാനത്തെ ഒന്ന് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണോ, എന്താണ് പാർട്ടി തലത്തിൽ ഇങ്ങനെയുള്ള ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? അല്ല, നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള വിവിധ ഘടനയുടെ യോഗങ്ങൾ നമ്മൾ കൂടിയിരുന്നു. അതിനകത്ത് സ്റ്റിയറിംഗ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റും ഉന്നതാധികാര സമിതിയും അതോടൊപ്പം തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയും അതിനുശേഷം ജില്ലാ തലത്തിൽ ജനറൽ ബോഡി വിളിച്ചു കൂട്ടി, നിയോജകമണ്ഡലം തലത്തിൽ കൂടി, മണ്ഡലം തലത്തിൽ കൂടി. ഇപ്പോൾ ചെയർമാൻ എന്ന നിലയ്ക്ക് എല്ലാ ജില്ലകളിലും ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ്. അത് മുഴുവൻ ഭാരവാഹികളെ, മണ്ഡലം പ്രസിഡന്റുമാരും നിയോജകമണ്ഡലം പ്രസിഡന്റുമാരും ജില്ലാ ഭാരവാഹികളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും കൂടി ഇന്നലെ കാസർഗോഡ് കഴിഞ്ഞു, ഇന്ന് കണ്ണൂരാണ്, നാളെ കോഴിക്കോടാണ്. അങ്ങനെ 14 ജില്ലകളിലുമായി നമ്മൾ നടത്തി വരികയാണ്. തീർച്ചയായും തെരഞ്ഞെടുപ്പുകൾ നടക്കും, വന്നു പോകും. പക്ഷെ സംഘടനാപരമായി പാർട്ടിയെ ബലപ്പെടുത്തേണ്ട കാര്യങ്ങളിലേക്കാണ് ചർച്ച പോകുന്നത്. എന്താണ് നാളെ, എന്താണ് നമ്മൾ ഇനി അടുത്ത ജനകീയമായ വിഷയങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ഏറ്റെടുക്കേണ്ടത്, എങ്ങനെ സംഘടനയെ വലുതാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഏത് മുന്നണിയാകട്ടെ, മുന്നണി ഏതെങ്കിലും ആകട്ടെ, എന്തായാലും ആകട്ടെ, അവർ ഏറ്റുപിടിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷെ ഇന്ന് ജനകീയ വിഷയങ്ങൾ പലതും പലതും അത് LDF ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ആ വിഷയങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇത് തെരഞ്ഞെടുപ്പിൽ ഒരു അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് ഉണ്ടായത്. ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് മാത്രമല്ല, LDFിലെ പല പ്രധാനപ്പെട്ട കക്ഷികൾക്കും ആ നിലയിൽ ഉണ്ടായി. LDFിൽ തന്നെ തുടരുക എന്നുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം ഒരു ഇച്ഛാശക്തിയോടുകൂടി എടുക്കാൻ പാർട്ടിയുടെ താഴെ ഘടകങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരുടെ ഒരു അഭിവാഞ്ചയും ഒരു അഭിപ്രായവും ആ നിലയിൽ ഏകീകരിച്ച് വരുന്നുണ്ട്. എങ്ങനെയാണ് അതിനെക്കുറിച്ച്? LDFിലാണ് തുടരുന്നത്. LDFിൽ നിന്നൊരു മാറ്റം അങ്ങനെ ഒരു അപ്പോൾ ഇന്ന് കൂടി നാളെ മാറുക എന്നുള്ളതല്ലല്ലോ. വിജയപരാജയങ്ങളുണ്ട്. 10 വർഷം UDF കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നില്ലേ. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പ്രതിപക്ഷത്തിലേക്ക് വന്നു. പ്രതിപക്ഷത്ത് നമ്മളെ ജനങ്ങൾ തന്നിരിക്കുന്ന മാൻഡേറ്റ് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ മാൻഡേറ്റ് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. LDF എന്നുള്ളത് അതിലൊന്നും മാറ്റങ്ങളില്ല. പിന്നെ നമുക്ക് അതിനുള്ള പരാജയങ്ങൾ ഉണ്ടായെങ്കിലും നമുക്കറിയാം, നമ്മുടെ MLA-മാർ ഇപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പരാജയം ഉണ്ടായിരിക്കുന്ന 10, 15,000, 20,000, 25,000 വോട്ടിൻ്റെയൊക്കെ പുറകോട്ട് പോകുമ്പോഴും നമ്മുടെ ഒരു മാർജിൻ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് പരാജയപ്പെട്ടത്. ഇപ്പോൾ റാന്നി എടുത്താലും, അത് ചങ്ങനാശ്ശേരി എടുത്താലും, കാഞ്ഞിരപ്പള്ളി എടുത്താലും, പൂഞ്ഞാർ എടുത്താലും, പാല എടുത്താലും ശരാശരി ഒരു മാർജിൻ ഓഫ് 4,000 വോട്ടിൻ്റെ പരാജയം. അപ്പോൾ പാല എടുത്താലും 1,500 വോട്ടിൻ്റെ. അപ്പോൾ അവിടെയെല്ലാം സംഘടനാപരമായി ബലപ്പെടുത്തി നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ജനകീയ വികാരം ഉണ്ടായിരുന്നു. ആ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പുറകോട്ട് പോയി. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾ രാഷ്ട്രീയപരമായി സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണോ UDF അവകാശപ്പെട്ടത്, അല്ലെങ്കിൽ LDF ഭരണത്തിൽ അത് എതിർത്തത് എന്തൊക്കെയാണ്, അതിപ്പം നേരെ തലകുത്തനെ മറിഞ്ഞ് അതിനോടൊപ്പം, അല്ലെങ്കിൽ നമ്മളെടുത്ത തീരുമാനം എടുക്കുമ്പോൾ അതിനെ ശക്തമായി എതിർത്തത് ഇപ്പം യോജിച്ച് എടുക്കുന്നു എന്നുള്ളത്. അപ്പം PMCയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അത് അവർ ഒപ്പുവെച്ചിട്ടില്ല എങ്കിലും അതെടുക്കാനുള്ള തീരുമാനമുണ്ടായി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പം ലൈഫ് മിഷൻ്റെ പദ്ധതികൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാവപ്പെട്ടവർക്ക് വീട് വെക്കും 4 ലക്ഷമാക്കിയത് 3 ലക്ഷം എന്ന് മാത്രമല്ല, അന്ന് എന്തുകൊണ്ടാണ് LDFും കേന്ദ്രവുമായി പോരാട്ടം നടത്തിയത്? അവരുടെ ഒരു വാദം, അവരുടെ പടം, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അവരുടെ ലോഗോ അല്ലെങ്കിൽ പടം വെക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത ഈ പാവപ്പെട്ടവരെ അത് പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇന്ന് അതും സമ്മതിച്ച് 4 എന്നുള്ളത് 3 ലക്ഷമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. പല അപ്പോയിന്റ്മെന്റ്സ് എടുത്ത് നോക്കിക്കോ. GP-മാരുടെ അപ്പോയിന്റ്മെന്റ് ഇന്ന് സെനറ്റിലേക്കുള്ളത്, ആ സെനറ്റിലേക്കുള്ള നോമിനേഷൻ്റെ ഒരു പ്രതിഷേധം പോലും വരയ്ക്കുന്നില്ല BJP ആളുകളെ വെക്കുന്നത്. അപ്പം ഇപ്പോൾ നടക്കുന്നത് വ്യക്തമായി പറഞ്ഞാൽ UDF ആണ് നയിക്കുന്നത്, പക്ഷെ BJP ഭരിക്കുന്നു എന്നുള്ളത്. ഒരു കാര്യം കൂടി, ഇന്നലെ LDF യോഗം അല്പം വൈകിയാണെങ്കിലും ചേർന്നു. സർക്കാരിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കണോ, ഇപ്പോൾ വേണോ, അതല്ല പിന്നീട് മതിയോ എന്നുള്ള ചർച്ചകളൊക്കെ നടന്നു എന്ന് വാർത്തകളിൽ കണ്ടു. കേരള കോൺഗ്രസ് എമ്മിന്റെ സമീപനം എന്താണ്? സർക്കാർ ഇപ്പോൾ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന നയവ്യതിയാനങ്ങൾ ഉള്ള ഒരു സർക്കാർ മാറി. കേരള കോൺഗ്രസ് എം തനിയെ പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങാനുള്ള പദ്ധതികളുണ്ടോ? അതിനെക്കുറിച്ചുള്ള ചർച്ച നടത്തി. ചില വിഷയങ്ങളിൽ പ്രാദേശികമായ വിഷയങ്ങളുണ്ടാകും, സംസ്ഥാന തലത്തിൽ ചില വിഷയങ്ങളും കാണും. ചിലപ്പോൾ LDF ഏറ്റെടുത്തെന്നിരിക്കും, ഏറ്റെടുത്തില്ല എന്നിരിക്കും. പക്ഷെ ആ ഏറ്റെടുക്കാത്ത വിഷയം ചിലപ്പോൾ കേരള കോൺഗ്രസിന് തോന്നുകയാണ് അത് ഏറ്റവും സുപ്രധാനമായ വിഷയമാണ്, നമ്മുടെ ജനവിഭാഗത്തിൻ്റെ ആണെങ്കിൽ നമ്മൾ ഏറ്റെടുക്കും. അതിനകത്ത് അതിപ്പോൾ UDF, LDF, BJP നോക്കിയല്ല, അപ്പോൾ തീരദേശമായിരിക്കാം.
അല്ല കർഷകരുടെ വിഷയമായിരിക്കാം. അപ്പോൾ ചില വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും, നമ്മുടെ അഭിപ്രായങ്ങൾ പറയേണ്ടി വരും. ഇപ്പം നീറ്റിൻ്റെ വിഷയത്തിൽ ഏറ്റവും ആദ്യമേ ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആർട്ടിക്കിൾ കൊടുക്കുകയും ഇതിനുവേണ്ടി ഏറ്റവും ആദ്യം ശബ്ദിച്ചതും ദേശീയ തലത്തിൽ എല്ലാ നമ്മുടെ ഇംഗ്ലീഷ് പേപ്പറുകളിൽ ലീഡർ പേജിൽ വരികയും ഓൺലൈനിൽ വരികയും നമ്മൾ കൊടുത്ത ഒരു നിർദ്ദേശം, നമ്മൾ എതിര് പറയല്ല, ഒരു പരിഹാരമാർഗം കൂടെ വന്നത് ഇപ്പോൾ ഞാനത് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഏറ്റെടുക്കേണ്ടി വരും. അവസാനമായ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി LDF-ൽ CPIM ആണ്. ഇപ്പോൾ CPI ഒരു പ്രധാനപ്പെട്ട ആവശ്യം 3 മാസമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഉപനേതാവ് പദവി വേണം എന്നുള്ള കാര്യത്തിൽ പരസ്യമായി അവർ ആ കാര്യത്തിൽ നിലപാട് പറഞ്ഞിട്ടുമുണ്ട്. മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ള നിലയിൽ CPI ഉന്നയിക്കുന്ന ആവശ്യത്തോട് കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു നിലപാട് എന്താണ്, അഭിപ്രായം എന്താണ്? ഇത് ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. ആ വിഷയം നമ്മൾ ആ കുടുംബത്തിൽ പറഞ്ഞ് CPM-ഉം CPI ആയിട്ട് അത് ബന്ധപ്പെട്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് നമുക്കൊരു പ്രത്യക്ഷമായി പബ്ലിക്കായിട്ട് പറയേണ്ട ഒരു ഒപ്പീനിയൻ അല്ല എന്ന് ഞാൻ കരുതുന്നു. ഞാൻ എൻ്റെ ഒപ്പീനിയനും കാര്യങ്ങളും അത് ഉത്തരവാദിത്തപ്പെട്ട ഫോറത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാലും ഇന്നലെ LDF കൂടി രണ്ടുപേരും വന്നിരുന്നു, അത് വളരെ സന്തോഷമുണ്ട്. ഏതൊക്കെയാലും അത് ആ കൃത്യതയോടുകൂടി അതിൻ്റെ ഒരു ഐക്യത്തോടുകൂടി പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. വളരെയധികം നന്ദി. ഓക്കെ.